അതേപോലെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു BJP. വോട്ട് ഷെയർ ഒരു 20% അപ്പോൾ അതിൽ നിന്ന് 4% കുറഞ്ഞ് ഇപ്പോൾ 16 എത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷമുള്ള ഇത്തരത്തിലൊരു താഴോട്ട് പോക്കല്ലേ കാണിക്കുന്നത്. പ്രധാനമായി എടുത്തു കാട്ടാൻ തിരുവനന്തപുരം പോലൊരു നഗരസഭയല്ലാതെ മറ്റ് മേന്മകളൊന്നും പറയാനില്ലല്ലോ. അല്ല, അതിനകത്ത് ഈ വോട്ട് ഷെയർ നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല നാഷണൽ ലെവലിൽ തന്നെ അങ്ങനെയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ മത്സരങ്ങളെല്ലാം നടക്കുക. നമ്മൾ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നത് ഏറ്റവും മികച്ച ആരാണ് സ്ഥാനാർത്ഥി, നമുക്ക് ഏറ്റവും സൗകര്യപ്പെടുന്ന ആരാണ്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആരാണ്, ഈ ആളുകൾക്ക് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് എത്ര സീറ്റ് വരെ കിട്ടണം അസംബ്ലിയിലേക്ക്? 80 സീറ്റ് അടുപ്പിച്ച് കിട്ടണം. 80 സീറ്റ് മേലെ കിട്ടണം. അപ്പോൾ ഈ സീറ്റ് കിട്ടണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പാർലമെന്റിലേക്കാണ് 20% വോട്ട് കിട്ടിയത്. ഇപ്പം എൻ്റെ ധാരണ 16.5 മറ്റാണ് വരിക. വളരെ ഒരു 3-3.5% താഴെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. 4% പോയി, 16%. അതെ, ആയിക്കോട്ടെ. ഈ അതിനു മുമ്പത്തെ അസംബ്ലി മറ്റേ ലോക്കൽ ബോഡിയിൽ എത്ര ഉണ്ടായിരുന്നു? 14.8 എന്ന് വെച്ചാൽ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ വോട്ടിംഗ് സ്റ്റൈലല്ല അസംബ്ലിയിലേക്ക് നമ്മൾ ചെയ്യുക. ഉദാഹരണം, കേരളത്തിലുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് മൊത്തമായിട്ട് ജയിപ്പിക്കും, അസംബ്ലിയിലേക്ക് ജയിപ്പിക്കും. പക്ഷെ പാർലമെന്റിലേക്കോ മൊത്തമായിട്ട് കോൺഗ്രസിന് ജയിപ്പിക്കും. കാരണം അവിടെ അവരുടെ ടാർഗറ്റ് BJP അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ വോട്ട് ചെയ്യും. ആ സമയത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കാലുമാറി കോൺഗ്രസിനെ വോട്ട് ചെയ്തു. ഈ ആരോപണം ആരും പറഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ അസംബ്ലിയിൽ കേരളത്തിലെ ഏകദേശം 100-ൽ താഴെ സീറ്റാണ് ഇവർക്ക് കിട്ടിയത്, LDFന് കിട്ടിയത്. മറ്റേ പാർലമെന്റിലേക്ക് വന്ന സമയത്ത് 18 സീറ്റും UDFന് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് UDFന് കിട്ടിയുള്ള ഏകദേശം 90 സീറ്റും കണ്ട UDFന് ആ കണക്കിൽ വരിക. അത്ര സീറ്റുകൾ എങ്ങനെ UDFൻ്റെ ആവുക? അപ്പോൾ ആളുകൾ വോട്ട് ചെയ്യുന്നത് അസംബ്ലിയിലേക്കൊന്ന്, പാർലമെൻറ്റിലേക്കൊന്ന്, ലോക്കൽ ബോഡിയിലേക്കൊന്ന്. ഇത് മൂന്ന് തരത്തിലാണ്. ആ 3 തരത്തിലായതിൻ്റെ പേരിൽ തന്നെ സ്വാഭാവികമായിട്ട് BJPക്ക് വോട്ട് കുറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് അത്ഭുതം ഉണ്ടാവുക. BJPയുടെ വോട്ട് ഞാൻ ധരിച്ചൊരു 15% കിട്ടുള്ളൂ എന്നാണ്. ഈ 16% കിട്ടിയത് BJPയുടെ 1% വോട്ടിൻ്റെ വർധനമായിട്ടാണ് ഞാൻ അനുമാനിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഒരിക്കലും 20% വോട്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം 20% വോട്ട് കിട്ടിയതിൽ പ്രധാനമായിട്ടുള്ള വോട്ട് BJPക്ക് വന്നത് തൃശ്ശൂരിൽ BJP ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ ഉണ്ട്. 2-3% മാറ്റം ആ നിലയ്ക്ക് വരാം. പിന്നെ കൂടാതെ കണ്ട് വോട്ടിങ്ങിൻ്റെ പാറ്റേണിൽ ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ വരാം. ആ പാറ്റേണിൽ വ്യത്യാസം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BJPക്ക് 16% എന്നുള്ളത് ഒരു മികച്ച ശതമാനമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ആരും ഒരു പരാജയമായിട്ട് എനിക്ക് വാസ്തവത്തിൽ തോന്നിയിട്ടില്ല. ഈ നന്ദേട്ടൻ്റെ അഭിപ്രായത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റ് വരെ നേടുമെന്നാണ് കരുതുന്നത്? BJPക്ക് ഒരു 5 തുടങ്ങിയിട്ട് 10 വരെ സീറ്റ് കിട്ടാം. കാരണം ഈ അസംബ്ലിയിലേക്ക് ഉണ്ടാവുന്നൊരു കണക്ക് അങ്ങനെയല്ല. എന്ന് മാത്രമേ ഇപ്പോൾ BJP ഇപ്പോൾ 3 സ്ഥലത്ത് ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റി. ഈ 2 മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഈ അടുത്തൊരു 6 മാസക്കാലം ഒരു മികച്ച സമയമാണ്. അവരെന്ത് ചെയ്തു എന്നുള്ളൊരു ഘടകമാണ്. അതിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ. BJP പരാജയപ്പെട്ടാൽ എനിക്കൊരു സംശയവുമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് വട്ടപൂജയായിരിക്കും സീറ്റ് കിട്ടാൻ വേണ്ടി പോവുക. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്ക് ഒന്നും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് സാധിക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള വോട്ടാണല്ലോ പൊളിറ്റിക്കൽ വോട്ടായിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നത് തദ്ദേശത്തിൽ. ആ ഒരു ട്രെൻഡ് പിടിക്കാൻ BJPക്ക് സാധിക്കും. അല്ല, അത് പൊളിറ്റിക്കൽ വോട്ടല്ല. അതിന് 2-3 കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗരപ്രദേശങ്ങളിലെ വോട്ടും ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടിന് വ്യത്യാസമുണ്ട്. BJP എപ്പോഴും ജയിക്കും. ഇപ്പോൾ ഉദാഹരണം നോക്കൂ, ഗുജറാത്തിൽ BJP ആദ്യം ജയിച്ചത് അഹമ്മദാബാദ് കോർപ്പറേഷനിലാണ്. UP ആദ്യം ജയിച്ചത് ലക്നൗ കോർപ്പറേഷനിലാണ് ജയിച്ചത്. അങ്ങനെയുള്ള കോർപ്പറേഷൻസിലാണ് അർബൻ കേന്ദ്രീകൃതമാണ് പലപ്പോഴും BJP. അർബനിൽ കേന്ദ്രീകരിച്ചതിന് ശേഷം ഗ്രാമത്തിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുക. ആ മാറ്റമാണ് ശരിക്കും ഗുജറാത്തിൽ സംഭവിച്ചത്. അതേ മാറ്റം തന്നെയാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും സംഭവിച്ചത് തന്നെയാണ്. ആ സംഭവം സ്വാഭാവികമായിട്ട് കേരളത്തിൽ വരാം. കാരണം കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. ഇപ്പോൾ 2 പേരും കൂടി ചേർന്നാലും BJPയുടെ അത്രയില്ല. 2 പേരും ചേർന്നാൽ 48 സീറ്റാ മറ്റേ വരിക, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ 2 പേരും കൂടി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഒന്നായിട്ട് നിന്നാൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് BJPക്ക് കിട്ടി എന്നുള്ളത് മറ്റൊരു വലിയൊരു വിജയമാണ്. അതിന് സമാനമാണ് പാലക്കാടിനെ സംബന്ധിച്ചും ഏകദേശം തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അതിന് ശരിയാണ്. അപ്പോൾ BJPക്ക് വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടില്ല. മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നു അവരെ നോക്കി വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. ആ കാര്യത്തിൽ BJPയെ സംബന്ധിച്ച് നിലവിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി വിജയം ഉണ്ടായി എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ VV രാജേഷ് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു.
ആർ ശ്രീലേഖ IPS പോലെ ഒരാളെ മേയറാക്കണമെന്ന്. അപ്പോൾ RSSന് ഇത്തരത്തിൽ ആർ ശ്രീലേഖയെ അത്ര തൃപ്തികരമല്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അത് വസ്തുതയുണ്ടോ അതിൽ? അതിനകത്ത് വസ്തുതയില്ല. കാരണം ഇപ്പോൾ ആർ ശ്രീലേഖ ഒരു മികച്ച പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു, ആർക്കും സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചിട്ടുള്ള ശ്രീലേഖയാണ്. അത്രയ്ക്ക് കഴിവുറ്റവരാണ് അവർ ശരിക്കും, അതിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷേ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു വേറെ മേഖലയാണ്. അവിടെ സംഘത്തിനങ്ങനെ നിലപാട് സംഘം സ്വീകരിച്ചിട്ടില്ല. മറിച്ച് രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കാരണം എപ്പോഴും മേയർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ആദ്യത്തെ ഭരണം കിട്ടുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ രംഗത്ത് വരുന്നതാണ് നല്ലതെന്നാണ് ഒരു കണക്ക്. മറ്റൊരു കണക്കും കൂടി അതിനകത്ത് പ്രധാനമായിട്ടുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഒരു വനിതയാണ്. ഈ 5 വർഷം കൂടി വനിത ഭരിച്ചു എന്നിരിക്കട്ടെ, 10 വർഷം വനിതയാണ്, അടുത്ത 5 വർഷം വനിത തന്നെ ഭരിക്കും. 15 വർഷക്കാലത്തിനിടയ്ക്ക് 15 വർഷക്കാലത്ത് പുരുഷന്മാർ മാറ്റി നിർത്തുന്നൊരു സമീപനമാണ്. ഇതൊരിക്കലും ഒരു ബാലൻസിങ് അല്ല. BJP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തൊരു ബാലൻസിങ് വേണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്ഥാനം ലഭിക്കണം എന്നാണ് ശരിക്കും നമ്മുടെ സങ്കല്പിച്ചിരിക്കുന്നതാണ്. ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ 5 വർഷം സ്ത്രീ ഭരിച്ചു, അടുത്ത 5 വർഷം പുരുഷൻ ഭരിക്കുന്നു, അടുത്ത 5 വർഷം സ്ത്രീ ഭരിക്കുന്നു. അത് ശ്രീലേഖ IPS വേണമെങ്കിലാകാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണമെങ്കിലാകാം. ആരാണ് വരുന്നതെന്ന് വെച്ചാൽ അവർക്കാകാം. ഇന്ന് മാത്രമല്ല, ശ്രീലേഖ IPS പാർട്ടിയിലേക്ക് വന്ന ആളെന്ന നിലയ്ക്ക് അവർക്ക് ഒരുപാട് സാധ്യതകൾ ഇനിയുണ്ട്. അസംബ്ലിയിൽ അവർക്ക് വേണ്ടി മത്സരിക്കാം, അവർക്ക് വേണ്ടി പാർലമെന്റിലേക്ക് വേണ്ടി മത്സരിക്കാം. നാളെ കേരളത്തിൽ 5-10 സീറ്റ് കിട്ടിയാൽ BJPയുടെ പ്രധാനപ്പെട്ട താരമായിട്ട് കേരളത്തിൻ്റെ അസംബ്ലിയിൽ അവർക്ക് വേണമെങ്കിൽ ശോഭിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിരവധി സാധ്യതകൾ അവരെ സംബന്ധിച്ചുണ്ട്. അതിനകത്ത് സംഘത്തിനെ സംബന്ധിച്ച് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശ്രീലേഖ IPS എന്നോ VV രാജേഷെന്നോ ഈ പറയുന്ന ഒരു കണക്ക് സംഘത്തെ സംബന്ധിച്ചില്ല. അതേപോലെ ഈ 2 മാസങ്ങൾക്ക് മുമ്പ് മോഹൻ ഭാഗവത് പറയുന്നു, BJPയുടെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, നമുക്ക് RSSന് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങളായിരുന്നെങ്കിൽ JP നദ്ദയെ ഇപ്പോൾ സ്ഥാനം മാറുന്ന സമയത്ത് ഉടൻ തന്നെ ഉണ്ടായേനെ. അപ്പോൾ BJPയുടെ ഒരു പുതിയ അധ്യക്ഷൻ ഇപ്പോൾ, വർക്കിംഗ് അധ്യക്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്. ബീഹാറിൽ നിന്ന് 45 വയസ്സുകാരനായ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത് RSS? അല്ല, സംഘത്തിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഫഡ്നാവിസിനെ പോലുള്ളവർ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. അല്ല, അത് വേണമെന്നില്ല. ഇപ്പം മാധ്യമങ്ങൾ ധരിക്കുന്നവരല്ലല്ലോ BJPയുടെ അധ്യക്ഷനാവുക. ഇപ്പോൾ BJP ഒരു കാലത്ത് JP നദ്ദ വരുന്ന ഒരു മാധ്യമക്കാരും പറഞ്ഞില്ല. പഴയ കാലത്ത് 52 വയസ്സുള്ള നിതിൻ ഗഡ്കരി വന്ന സമയത്ത് ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫട്നാവിസ് അവിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ സമയത്ത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ച് നിരവധി ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നേരത്തെ ഇടയ്ക്ക് ഞാൻ ലീഗിൻ്റെ അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. വളരെ പ്രശസ്തനായിട്ടുള്ള നല്ല പ്രാസംഗികനായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ് BJPക്ക് ഒരു 10 നിര നേതാക്കന്മാരുണ്ട്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ, അതിന് താഴെയുള്ളവർ, അങ്ങനെ നിരവധി ഒരു വലിയ നേതൃനിരയാണ് BJPയെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒന്ന് കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കഴിഞ്ഞതിനകത്ത് വരാറുള്ളത് പിന്നെ നമ്മുടെ പാവം അപ്പക്കച്ചവടം നടത്തുന്ന ഗോവിന്ദ മാഷാണ്. ആ ഗോവിന്ദ മാഷിൻ്റെ ഒന്നും വായിന്ന് എന്താ വരിക എന്നല്ല ആർക്കും നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ മറിച്ച് BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിശക്തമായുള്ള നേതൃനിരയുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റു കുടുംബമാണ്. എന്നിട്ട് അവർ ഞങ്ങൾ ഗാന്ധി കുടുംബം എന്നുള്ള പേര് പറയുകയും ചെയ്യും. ഈ തരത്തിൽപ്പെട്ടൊരു കുടുംബം കഴിഞ്ഞാൽ ഒരു നേതാവിൻ്റെ പേര് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തില്ല. മറിച്ച് BJPയിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു 50 പേരുടെ പേര്, ആദ്യത്തെ 1ാം ലെയർ, 2ാം ലെയർ, 3ാം ലെയർ തുടങ്ങിയിട്ട് 10 ലെയർ വരേക്കുള്ള ഒരു പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളുടെ പേരുകൾ പറയാൻ സാധിക്കും. ആ പേരുകളെല്ലാം മാധ്യമങ്ങൾക്ക് നിശ്ചയം ഉണ്ടാവണം നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഞാൻ വേറെ എന്താ പറയട്ടെ, ഇപ്പം മോഹൻജി ഭാഗവത് ഇത് പറഞ്ഞിരുന്നു. സാധാരണ നിങ്ങളെല്ലാവരും പറയുന്ന, മാധ്യമങ്ങൾ പറയുന്നതും RSS BJPയുടെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ RSS ആണ്. പക്ഷേ ഏറ്റവും അഭിമാനത്തോട് പറയാൻ സാധിക്കില്ലേ, RSSൻ്റെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഈ പറയുന്ന ചങ്കൂറ്റം ഇവിടെ കോൺഗ്രസിന് ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടോ? ഇവർക്കാർക്ക് ചങ്കൂറ്റമില്ലല്ലോ. മറിച്ച് RSSൻ്റെ നേതൃത്വം അത് ശക്തമായിട്ട് പറയും, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾ മത്സരിക്കില്ല, ഞങ്ങൾക്ക് സീറ്റിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അധികാരം വേണ്ട, മറിച്ച് ഞങ്ങൾ നിരവധി സേവന പ്രവർത്തനം നടത്തും. അത് കോൺഗ്രസ്സുകാരൻ ഭരിച്ചാലും നടത്തും, കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും നടത്തും. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ 2018. ആ 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ പേര് സേവാഭാരതി എന്നാണ്. ആ സേവാഭാരതി പ്രവർത്തനം നടത്തിയ സമയത്ത് അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, അവിടെ ജാതി മത ചിന്തകളൊന്നും നോക്കിയിട്ടില്ല, കക്ഷി രാഷ്ട്രീയം നോക്കാതെ കണ്ട്, ജാതി മത ചിന്തകൾ നോക്കാതെ കണ്ട് സർവമാന ആളുകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനമായിരുന്നു സേവാഭാരതി ചെയ്തത്. ഇതാണ് RSSൻ്റെ പ്രവർത്തനം. RSSനെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്നൊരു ദിവസം ഒരു വാർത്ത വരുന്നു,
നരേന്ദ്രമോദി RSS ആസ്ഥാനത്തെത്തുന്നു. ആ മോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നാഷണൽ സ്പ്രെഡായിട്ടൊരു വാർത്ത വരുന്നു. നന്ദനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയാം. അപ്പോൾ തൊട്ട് ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ആ വാർത്ത ഇങ്ങനെ ഗ്രൂം ചെയ്യുന്നത് RSSും നരേന്ദ്രമോദിയും തമ്മിൽ തെറ്റുന്നു. അത് കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഓഗസ്റ്റ് 15-ാം തീയതി റെഡ് ഫോർട്ടിൽ വെച്ച് RSSനെ അനുസ്മരിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടൊരു സ്റ്റാമ്പ് ഉൾപ്പെടെ ഇറക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിലൊരു അസ്വാരസ്യം RSSുമായിട്ട് നരേന്ദ്രമോദിക്കുണ്ടോ? അത് പാച്ചപ്പ് ചെയ്യാനാണ് അത്തരത്തിലുള്ള പ്രസംഗം നടത്തിയതെന്നൊക്കെയുള്ള വലിയ പ്രചണ്ഡ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വസ്തുതയുണ്ടോ? അല്ല, ഇതിൻ്റെ കാരണം ഈ മാധ്യമങ്ങൾ പലപ്പോഴും കണക്ക് കൂട്ടുന്നത് അവരുടെ ഒരു വേവ് ലെങ്ത് വെച്ചിട്ടാണ് പ്രസ്ഥാനങ്ങൾ അളക്കുക. അവർ സാധാരണ വേവ് ലെങ്ത് വെച്ചിട്ട് അളക്കുന്ന സമയത്ത് കോൺഗ്രസിനെ അളക്കാൻ സാധിക്കും, ഒരു സെർട്ടൺ എക്സ്റ്റിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അളക്കാൻ സാധിക്കും, ശരത് പവാറിൻ്റെ പാർട്ടി വേണേൽ അളക്കാൻ സാധിക്കും. ഇങ്ങനെയല്ല BJP, ഇങ്ങനെയല്ല സംഘപരിവാർ, ഇങ്ങനെയല്ല RSS. അതിന് വളരെ വ്യത്യാസമുണ്ട്. അല്ല, അപ്പോഴും സിമ്പിളായിട്ടൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്, RSSും മോദിയും തമ്മിൽ തെറ്റുന്നോ? അല്ല, ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന ആളിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഈ ചോദ്യം RSSനെ സംബന്ധിച്ച് ബാധകമല്ല, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബാധകമല്ല. ഉദാഹരണം, നേരത്തെ അദ്ദേഹം സ്റ്റാമ്പ് ഇറക്കിയ കാര്യം പറഞ്ഞല്ലോ, അത് RSSന് 100-ാം വർഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പേര് RSS എന്നാണ്, ഒരു സംശയക്കരുത്തിലില്ല. ഈ RSSൻ്റെ നേതാവായിട്ടുള്ള ഡോക്ടർ കേശവ ബൽറാം ഖേഡ്വാറാണ് കോൺഗ്രസിൽ നിന്ന് ആദ്യം രാജിവെക്കുന്ന ഏറ്റവും വലിയ ദേശീയ നേതാവ് 1923. അതിനുശേഷം രാജിവെച്ചവരുടെ കണക്കുകൾ എന്താക്കിയാന്ന് ഞാൻ പറയട്ടെ. മറ്റേ മഹാത്മാഗാന്ധി 1936, BR അംബേദ്കർ, അത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരെ രാജിവെക്കുന്നത് അതിനുശേഷമാണ്. ആദ്യം RSS ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവർ പലരും ആ വഴിയിലേക്ക് വന്നത്. അപ്പം അതുകൊണ്ട് RSSൻ്റെ കാഴ്ചപ്പാട് ഇന്ന് മാധ്യമങ്ങൾ കാണുന്ന, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്ന ഈ ഒരു കാഴ്ചപ്പാടേ അല്ല. സംഘം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. സംഘത്തെ സംബന്ധിച്ച് പണ്ട് അടൽജിയുടെ തന്നെ വാക്കുകളുണ്ട്, പതുക്ക അന്തിമ ലക്ഷ്യനഹീഹേ സിംഹാസന ചടുത്തേ ജാനാന്ന് പറയുക. അന്തിമ ലക്ഷ്യം ഒരിക്കലും സിംഹാസനത്തിലെത്തുക എന്നുള്ളത് RSSന് ലക്ഷ്യമേ അല്ല, സിംഹാസനം വഴിയേ വരുന്നതാണ്. അത് സംഘപ്രവർത്തനം കൊണ്ട് ഇപ്പം നമ്മൾ പറയാമല്ലോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 1975 ഇന്ദിരാഗാന്ധി. ജനാധിപത്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് മുഴുവൻ ആളുകളും പിടിച്ച് ജയിലിലിട്ട് 1,75,000 പേരാണ് ഇന്ത്യ ഒട്ടാകെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ എന്താ അവസാനം ഉണ്ടായത്? ഇതിനെ മുഴുവൻ തടയാൻ വേണ്ടിയിട്ട് RSSൻ്റെ ഗ്രഹസമ്പർക്കത്തിന് സാധിച്ചു. സംഘം വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഓരോ വീട്ടുകാരെ ഇവർക്കെതിരായിട്ട് ചലിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് സംഘവും കൂടിയിട്ട് മുന്നിട്ടിറങ്ങിയ സമയത്ത് ജനതാ പാർട്ടി അധികാരത്തെത്തിയതിൻ്റെ കാരണം ഈ പറയുന്ന RSSൻ്റെ ഗ്രഹസമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുക. RSSൻ്റെ ഗ്രഹസമ്പർക്കം എന്ന് പറഞ്ഞാൽ അതിശക്തമായുള്ള ബന്ധങ്ങളാണ്, കുടുംബ ബന്ധങ്ങളാണ്. ആ കുടുംബ ബന്ധാധിഷ്ഠിത പ്രസ്ഥാനമാണ് RSS. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് ഒരൊറ്റ പ്രസ്ഥാനവും അത്തരത്തിലില്ല. പലരും ധരിക്കുന്നത് അധികാരമാണ് അവസാനമെന്ന് ധരിക്കുന്നുണ്ട്. അധികാരം അവസാനമേ അല്ല. അധികാരം ഒരു ചുമടുതാങ്ങി മാത്രമാണ്. പിന്നെ എന്തിനാണ് RSSനെ കേരളത്തിലെ ഒരു വലിയൊരു, അതായത് എന്താണ്, പേടിപ്പെടുത്തുന്ന ശക്തിയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? എന്തോ ഒരു ഭീകര സംഘടനയാണ് എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്യുകയാണ്. അല്ല, അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അത് ചെയ്യുന്നതിനകത്ത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 1971 മലബാറിലെ മറ്റേ തലശ്ശേരി കലാപം ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിം പള്ളികൾ തീവച്ച് നശിപ്പിച്ചു എന്നാണ്. 33 പള്ളികളാണ് അവിടെ തീവച്ച് നശിപ്പിച്ചത്. ഈ 33 പള്ളികൾ തീവച്ച് നശിപ്പിച്ചത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ 33 കത്തിച്ചത് മാർക്സിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് കത്തിച്ചതെന്നുള്ളതിന് തെളിവ് വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന പിണറായി വിജയൻ, MV രാഘവന് കൂടി അക്കാലത്ത് പറഞ്ഞ് ഞങ്ങൾ മറ്റേ മുസ്ലിം പള്ളികൾ RSSൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയാന്ന്. RSSൻ്റെ ശാഖ പോലും ആ സ്ഥലത്തില്ല. അവിടെ തലശ്ശേരിയിൽ ആ സമയത്ത് RSSന് ഒരേ ഒരു ശാഖയുള്ളൂ. ആ സ്ഥലത്ത് അതിൻ്റെ പേര് ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒറ്റ ശാഖ മാത്രം RSSനുള്ളത്, ദുർബലമായിട്ടുള്ള ശാഖ. ആ സ്ഥലത്തുള്ള മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഒരാൾ മരിച്ചു. അവരൊരാൾ, ഞങ്ങളുടെ പേര് കുഞ്ഞിരാമൻ. ഈ കുഞ്ഞിരാമൻ മരിച്ച എൻ്റെ പേരിലാന്ന് പിണറായി വിജയൻ കേരളത്തിന് അസംബ്ലി പറഞ്ഞ്. നുണക്കഥയാണത്. കുഞ്ഞിരാമൻ മരിക്കുന്നത് ഈ പറയുന്ന പാനൂരിനടുത്തുള്ള കള്ള് ഷാപ്പിൽ വെച്ചിട്ട് രാത്രി 2 മണിയോട് അടുക്കുന്ന സമയത്ത് മദ്യപിച്ചിട്ട് പണം കൊടുക്കാതെ വന്ന സമയത്തുണ്ടായിട്ടുള്ള സംഘർഷത്തിൻ്റെ പുറത്ത് മരിക്കുന്നു. അങ്ങനെ മരിച്ചിട്ടുള്ള കുഞ്ഞിരാമനെ പിടിച്ചിട്ട് ഹിന്ദുക്കൾ മുസ്ലിം പള്ളി ആക്രമിക്കാൻ വന്ന സമയത്ത് അതിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ
ഒരു നുണക്കഥ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നുണക്കഥ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പല പല സംഘർഷങ്ങൾ വരുന്ന സമയത്ത് അതിന് പിന്നിൽ RSS ആണെന്നുള്ള ആരോപണം ഉന്നയിക്കും. ഈ RSS ആണെന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരേക്കും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അത് ആദ്യകാലത്ത് വിശ്വസിക്കും. പിന്നെ പിന്നെ അവർക്ക് മനസ്സിലാവും. ഞാൻ വേറെ ഒന്ന് പറയട്ടെ, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒന്ന് പറയുന്നുണ്ട്, മുസ്ലിം വീട് ആക്രമിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് മുസ്ലിം വീടിനെ രക്ഷിച്ചത് ഈ പറയുന്ന തലശ്ശേരി ടൗണിലുള്ള ഹൈന്ദവ RSS കുടുംബമാണെന്ന് പറഞ്ഞിട്ട് വിധേയത്തിൽ കമ്മീഷൻ്റെ പേജ് നമ്പർ 79 എൻ്റെ ഓർമ്മ, അതിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ പറയുന്നത് ഒന്നും വസ്തുതാപരമായി ശരിയല്ലാത്ത നിരവധി കാര്യങ്ങൾ ആളുകളുടെ പിന്തുണയുള്ളതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടായിട്ട് ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നറേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് RSSനെതിരായിട്ട് മാത്രമല്ല ഹിന്ദുക്കൾക്കെതിരായിട്ടുണ്ടാവുന്ന ഒരു നടപടിക്രമം മാത്രമായിട്ടാണ് ഈ സാധനം എനിക്ക് തോന്നുന്നത്. അതിടെ ഈ സംസ്ഥാനത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ നടന്ന സത്യപ്രതിജ്ഞകൾ ശ്രദ്ധയിൽപ്പെട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ വിവാദം കത്തുന്നത്. ആറ്റുകാലമ്മയുടെ പേരിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ, അയ്യപ്പൻ്റെ പേരിലൊക്കെ നടക്കുന്നു. ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് വർഗീയമായി ജനപ്രതിനിധികൾ ചിന്തിക്കുന്നത് കൊണ്ടാണെന്നുള്ള വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. അതിൻ്റെ ഒരു പിന്നിലെ കാരണം ഇവിടെ വേറെ ചില സംഗതികളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യം ചെയ്ത ആൾ സീതി സാഹിബാണ്. അയാൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 1960 മിനിസ്ട്രിയിലാണ്. പെട്ടെന്നാണ് മന്ത്രിസഭ ഉണ്ടായ സമയത്ത് MLA ആയിരുന്നു. അതിനുശേഷം CH മുഹമ്മദ് കോയ അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത്. അന്നൊന്നും ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അള്ളാഹു എന്ന് പറയുന്ന സങ്കല്പം മുസ്ലിമിനുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചിലർക്ക് ശ്രീ പത്മനാഭനാവാം, പത്മനാഭസ്വാമി ആയിരിക്കാം, ചിലർക്ക് വേണ്ടി ആറ്റുകാലമ്മയാവാം, ചിലർക്ക് വേണ്ടി ചോറ്റാനിക്കരമ്മയാവാം. അവനവന് ഇഷ്ടമുള്ളതിൽ ജീവിക്കേണ്ടതാണ്. ഇഷ്ടമുള്ള പേരിലല്ലേ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അതിനകത്ത് എന്താ ഇത്ര വലിയ കുഴപ്പമുള്ളത്? വേണേൽ ദൃഢപ്രതിജ്ഞ ചെയ്തു, അതിനെന്താ വിരോധം? അതിനൊന്നും ആരും തർക്കം പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള VM സുധീരൻ ദൃഢപ്രതിജ്ഞയാണല്ലോ ചെയ്തിരുന്നത്, അതിനാരും തർക്കം പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഏത് പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അത് തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ വിശ്വാസത്തെക്കുറിച്ച് തുറന്നു പറയുവാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുകയും ചെയ്യണം. ആ ചങ്കൂറ്റം പ്രകടിപ്പിച്ചെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മളിപ്പോഴുള്ള ഒരു വൈവിധ്യം പറയുന്നുണ്ട്. ഈ വൈവിധ്യം എങ്ങനെ ഇതിനകത്ത് എങ്ങനെ ഇല്ലാണ്ട് വരുന്നത്? വൈവിധ്യമാണെന്നെങ്കിൽ നിങ്ങൾക്ക് ആറ്റുകാലമേ ജീവിച്ചൂടെ? നിങ്ങൾക്ക് ഇവർക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണമെങ്കിൽ എടപ്പള്ളി പള്ളിയുടെ പേരിൽ ജീവിച്ചോട്ടെ, എന്താ കുഴപ്പം? ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ പേരിൽ ആയിക്കോട്ടെ ആലപ്പുഴയിലേക്കാർ, എന്താ കുഴപ്പമുള്ളത്? അങ്ങനെ എല്ലാവർക്കും അതാത് മതവിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഇവർ വിനിയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിനിയോഗിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു ബേജാറാവുകയും അത് വലിയൊരു തർക്കവിഷയമായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് സാമാന്യ നിലയ്ക്ക് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞ ഏർപ്പാടാണ് അവരെ സംബന്ധിച്ച്. അതേപോലെ ഈ ഗണഗീതം ഭയങ്കര വിവാദമായി കഴിഞ്ഞ ദിവസം ചർച്ച കണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആരെയാണ് ഗണഗീതം മൊത്തത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നത്? ഗണഗീതം അസ്വസ്ഥപ്പെടുത്തുന്ന പലപ്പോഴും ആ ഗണഗീതം കേൾക്കാത്തവരെ സംബന്ധിച്ചാണ്. ആ ഗണഗീതത്തിൻ്റെ വരികൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഗണഗീതത്തിൽ ഒരു പാട്ടിൽ ഞാൻ പറഞ്ഞാലേ ONV കുറുപ്പ് സാറിൻ്റെ പാട്ടുണ്ട്, നമ്മ വിളിപ്പൂ നല്ല ഹൈമ വധഭൂമി എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ടിനകത്ത് എവിടെയാണ് എന്താണ് ഭാരതത്തെക്കുറിച്ചല്ലാതെ എന്ത് പാട്ടാണുള്ളത്? അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാട്ടുണ്ട്, ഭാരത ഹൃദയ വിഭഞ്ചിയിലുണരും എന്ന് പറഞ്ഞൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അങ്ങനെ നിരവധി പാട്ടുകൾ ONV സാറിൻ്റെ ഉണ്ട്, PT ഭാസ്കർ മണിക്കർ സാറിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ എണ്ണപ്പെട്ട നാരായണക്കുറുപ്പ് സാറിൻ്റെ ഉണ്ട്, P പരമേശ്വരജിയുടെ ഉണ്ട്. എണ്ണപ്പെട്ട പല ആളുകളുടെയും കവിതകളും ഒക്കെ ഈ തരത്തിൽ ഗണഗീതമായിട്ട് അംഗീകരിക്കാറുണ്ട്. ഈ ഗണഗീതത്തിനകത്ത് ഇവർ ധരിക്കുന്ന പോലെ ഗണഗീതം വെച്ചതിൻ്റെ അർത്ഥം കൂട്ടായിട്ട് പാടുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കോറസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുള്ളൂ. ഈ കോറസാണ് ഗണഗീതം. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് അതിൽ ആർക്കും എതിരായിട്ടൊന്നും വരുന്നില്ല. ആർക്കെങ്കിലും എതിരായിട്ട് ഏതെങ്കിലും ഒരു വരി, ഇപ്പം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഏതാണ്, ഞാൻ ആ പാട്ടിൻ്റെ പേര് മറന്നുപോയി, അത്തരത്തിൽ പാട്ടിനെ കുറിച്ചാണ്. അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു വരി ക്രൈസ്തവ വിരുദ്ധമായിട്ട്, മുസ്ലിം വിരുദ്ധമായിട്ട്, ഹൈന്ദു വിരുദ്ധമായിട്ട്, രാഷ്ട്രവിരുദ്ധമായിട്ട് ഒരു പദപ്രയോഗം അതിനകത്തുണ്ടെങ്കിൽ സമ്മതിക്കാവുന്നതാണ്. ഇന്ന് മാത്രമല്ല, അതിനകത്ത് ഹിന്ദുക്കൾ മാത്രമാണെന്നുള്ള ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ വേറെ ഒന്ന് പറയട്ടെ, ഇപ്പോൾ കേരളത്തിൽ പള്ളികൾ, മുസ്ലിം പള്ളികൾ കൂടിയിട്ട് വാങ്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, ഈ വാങ്ക് വിളിക്കുന്ന മലയാളത്തിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? ഇവർ അറബിയിൽ വിളിക്കുന്നതിന് സമ്മതിച്ച്, അതായത് അള്ളാഹു അല്ലാതെ കണ്ട് വേറെ ദൈവമില്ല എന്നുള്ള വിളിക്കുന്ന ആ വചനങ്ങൾ, അത് അവർക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വിളിക്കുന്നതിന് മലയാളം എന്ന് വിളിച്ചു നോക്ക്. ആ മലയാളം വിളിക്കുമ്പോൾ നിങ്ങൾ വർഗീയെന്ന് പറയേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റേത് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയുന്ന ഏത് സംവിധാനവും വർഗീയം തന്നെയാണ്. അങ്ങനെ ഗണഗീതത്തിലൊന്നും പറയുന്നില്ലല്ലോ.
ഗണയത്തിൽ ആരെക്കുറിച്ചും പറയുന്നില്ല. ആകെ പറയുന്നത് ഈ നാടിനെ കുറിച്ചിട്ടാണ്, ഈ രാഷ്ട്രത്തെക്കുറിച്ചാണ്, ഒരു രാഷ്ട്ര സങ്കല്പം ഉണ്ടാവണം എന്നുള്ളതാണ്, വ്യക്തികളുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് വേണ്ടെന്നാണ് പറയുക. അതെ, പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഈ വരി ഒന്ന് പാടി നോക്കട്ടെ. ആ വരി ഞാൻ എൻ്റെ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ വരികൾ പാടിയിട്ട് മുഴുവൻ പാടുക. അതിനകത്ത് ഒരു വരിയെങ്കിലും രാഷ്ട്രവിരുദ്ധമായ ക്രൈസ്തവ വിരുദ്ധമായ, ഇസ്ലാമിക വിരുദ്ധമായ, മറ്റുള്ളവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക്, ഒരു പദപ്രയോഗം അതിനകത്തുണ്ടെങ്കിൽ ഇത് പാടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാത്തിടത്തോളം കാലം ഇതെല്ലാ സ്ഥലത്തും പാടുക തന്നെ ചെയ്യാം. അത് പാടേണ്ടതാണ്. മറ്റുള്ളവരും കൂടി അത് ഏറ്റുപാടുന്നതിനകത്തും യാതൊരു തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം 2026 UDF അധികാരത്തിലേക്ക് വരുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ RSSും അതേപോലെ തന്നെ BJPയും പറയുന്നത് അവർ അധികാരത്തിലേക്ക് വന്നാൽ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനികളായിരിക്കും സംസ്ഥാനം ഭരിക്കുക എന്നൊരു ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ല, അതിന് സാധ്യതയുണ്ട്. അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ ഭരിച്ചു എന്നിരിക്കട്ടെ. ഇപ്പം ഞാൻ വേറെ ഒന്ന് ചോദിക്കാറുണ്ട്, കോൺഗ്രസ്സുകാർ പാർട്ടി പ്രസിഡന്റ് ആരാ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് ആണോ തീരുമാനിക്കുന്നത്? അല്ലല്ലോ, പാണക്കാട് തങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പോൾ ചില ആളുകൾ കോൺഗ്രസ്സിലേക്ക് കാലുമാറി പോകുന്ന ആളുകളുണ്ട്. ഈ കാലുമാറി പോകുന്ന ആളുകൾ ആദ്യം എവിടേക്കാണ് പോകേണ്ടത്? അവിടെ പാണക്കാട് പോകണം. പാണക്കാട് പോയിട്ട് അവിടെ ശിഹാബ് തങ്ങൾ ഇപ്പോഴത്തെ മകനുണ്ട് ഹൈദരാലി തങ്ങൾ, അയാളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബിരിയാണിയും കഴിച്ച് തിരിച്ചു വരണം. ഇതല്ലാതെ കണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ആദ്യം പോകേണ്ടത് ഇന്ദിരാഭവനിലേക്കാണോ പാണക്കാടേക്കാണോ? അത് കോൺഗ്രസ്സുകാരെന്ന് വ്യക്തമാക്കട്ടെ. എനിക്ക് ഒരു സംശയമില്ല, എല്ലാവരും പോയിട്ടുള്ള പാണക്കാടേക്കാണ് പോയിട്ടുള്ളത്. പാണക്കാട് തങ്ങളാണ് തീരുമാനിക്കുന്നത്. ആരാണ് കോൺഗ്രസിൻ്റെ അടുത്ത അധ്യക്ഷൻ തീരുമാനിക്കുന്നവരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നത്? KPCC അല്ല. അവർക്ക് ഒരു പങ്കു ഇക്കാര്യത്തിലില്ല. അല്ലെങ്കിൽ ഹൈക്കമാൻഡ്, പഴയകാലത്ത് ഹൈക്കമാൻഡാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിന് പങ്കൊന്നുമില്ല. ഇത് തീരുമാനിക്കുന്ന കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് തീരുമാനിക്കുക. ഒരു കാലത്ത് ലീഗിനെ കുറിച്ച് പറയാൻ ലീഗ് ഒട്ടും വർഗീയ പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞിരുന്നത്. എന്താ കാരണം? ലീഗിന് അക്രമമില്ല. എന്താ കാരണം? ലീഗിൻ്റെ പ്രസ്ഥാനത്തിനകത്തുള്ള ലീഗിലുള്ള മുസ്ലിങ്ങൾ ആരാണെന്നുള്ളതാണ്. മുസ്ലിം ജനവിഭാഗങ്ങളിൽ 71 ജാതിയിൽപ്പെട്ട മുസ്ലിങ്ങളുണ്ട്. അതിൽ വരേണ്യവർഗത്തിൽപ്പെട്ടവർ മാത്രമാണ് മുസ്ലിം ലീഗിലുള്ളത്. സുന്നികൾ അതിനകത്തുണ്ട്. ഈ പറയുന്ന സുന്നികളടങ്ങുന്ന അല്ലെങ്കിൽ തങ്ങളുമാരടങ്ങുന്ന ഒരു തങ്ങളിക്കൽ ഹെജിമണി അവിടെയുണ്ട്. ഇപ്പോൾ സാധാരണ ബ്രാഹ്മണിക്കൽ ഹെജിമണി പറയാറുണ്ട്, ഒരു തങ്ങളിക്കൽ ഹെജിമണി ഇല്ലേ? തങ്ങളല്ലാത്ത തങ്ങൾ എന്ന് പറയുന്നൊരു ജാതിയാണ്. 5000 പേര് താഴെ മാത്രമേ അവരുടെ പോപ്പുലേഷൻ കേരളത്തിലുള്ളൂ. ഈ പറയുന്ന അല്ലാത്ത ഒരാളെ മുസ്ലിം ലീഗിന് അധ്യക്ഷനാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാത്തത്? അത് പറയാതിരിക്കാൻ കാരണം തങ്ങളിക്കൽ ഹെജിമണിയോട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വലിയ ഭയമുണ്ട്. അതിൻ്റെ തെളിവാണ് ശരിക്കത്. അങ്ങനെയുള്ള തങ്ങളാണ് തീരുമാനിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്? അതേ തങ്ങൾ റംസാൻ എന്നാണ് തീരുമാനിക്കുന്നു. അതേ തങ്ങൾ ബക്രീദ് എന്നാണ് തീരുമാനിക്കുന്നു. കേരളത്തിൽ ആരൊക്കെ സ്റ്റേജിൽ കയറണം തീരുമാനിക്കുന്ന ആരാ? അത് മുത്തുക്കോയ തങ്ങൾ തീരുമാനിക്കും. സംസ്ഥയുടെ അധ്യക്ഷനാ പുള്ളി. തിങ്ങൾ ഈ പറയുന്ന നാമമാത്രമായിട്ടുള്ള തങ്ങളുമാർ തീരുമാനിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ 4 കോടി ജനങ്ങളെ സറണ്ടർ ചെയ്യിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഒരു തങ്ങളിക്കൽ ഹെജിമണിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം വശംവദമാകുമെന്ന് എന്നെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്.